നമ്മൾ സാധാരണ ചരിത്രം പഠിക്കുന്നത് ഇന്നലെകളെക്കുറിച്ച് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെകൾ എന്ത് നടന്നു, അത് എന്ത് കാരണത്താൽ നടന്നു, ആ സംഭവങ്ങളുടെ എല്ലാം സ്വഭാവം എന്താണ്, അത് ഏതെല്ലാം ജനവിഭാഗങ്ങളെ സ്വാധീനിച്ചു, അതെല്ലാം പഠിക്കുന്നത് ഇന്നുള്ള കാര്യങ്ങളെ കൂടുതൽ വിശദമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെകളെക്കുറിച്ച് പഠിക്കുക. ഇന്നലകളുടെ വേരുകളെല്ലാം ഇന്നലകളിലാണ്. അപ്പോൾ ആ ഇന്നലെ പഠിച്ചു കഴിയുമ്പോൾ ഇന്നിനെ കുറേ മനസ്സിലാക്കാം, നാളെക്കുറിച്ച് കുറേ നല്ല പ്ലാനിങ് നടത്താം, നല്ലൊരു ഭാവി നമുക്ക് സ്വപ്നം കാണാനും ഇന്നലെകളെക്കുറിച്ചുള്ള പഠനങ്ങൾ സഹായിക്കും. അപ്പോൾ ഇന്നലകളെ പഠിക്കുന്നത് ഇന്നിനെ മനസ്സിലാക്കാനും നാളെക്കുറിച്ചുള്ള പ്ലാനുകൾ ഇടാനും വേണ്ടിയിട്ടാണ്. എല്ലാ ജനവിഭാഗങ്ങളും അങ്ങനെ പഠിക്കാറുണ്ട്. എല്ലാ രാഷ്ട്രങ്ങളും ആ പഠനങ്ങളിൽ പങ്കുചേരാറുണ്ട്. ഇന്നലെ എന്ത് നടന്നു, അതിൽ നിന്ന് കിട്ടുന്ന ആവേശം ഇന്നിനെ കൂടുതൽ മനസ്സിലാക്കാൻ, നാളേക്ക് കൂടുതൽ കുതിപ്പ് നടത്താനൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇന്ത്യയിൽ വിവിധ സമുദായങ്ങളുണ്ട്. സമുദായത്തിൻ്റെ ഇന്നലകൾ തേടാറുണ്ട്. കുടുംബങ്ങളുടെ ഇന്നലകൾ തേടാറുണ്ട്. വ്യക്തികളുടെ ഇന്നലകൾ തേടാറുണ്ട്. അപ്പോൾ ഇന്ന് നടക്കുന്ന അവരുടെ ജീവിതത്തിലെ സംഭവങ്ങളെ, പ്രശ്നങ്ങളെ, അവരുടെ പ്രതിസന്ധികളെ എല്ലാം മനസ്സിലാക്കാൻ ഇന്നലകളുടെ വേരുകളിൽ നിന്ന് അവർക്ക് അറിവ് കിട്ടുന്നു. അത് കുറേയും കൂടെയും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. നല്ലൊരു പ്ലാനിങ് ഭാവിയെക്കുറിച്ച് ചെയ്യാനായിട്ട് സഹായിക്കുന്നുള്ളതുകൊണ്ടാണ്. ഇന്ത്യയിലെ 2% മാത്രമുള്ള ക്രൈസ്തവരുടെ എണ്ണം 2% മാത്രമേ ഉള്ളെങ്കിൽ പോലും മറ്റേത് സമുദായം പോലെ തന്നെ ഇന്ത്യയുടെ നിർമ്മിതിക്ക്, ഈ രാഷ്ട്രത്തിൻ്റെ ദേശീയതയുടെ നിർമ്മിതിക്ക് വലിയ പങ്ക് ക്രിസ്ത്യാനികൾ വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ സമുദായവും അവിടെ ഇന്നലകളെക്കുറിച്ച് പഠിക്കുന്നത് ആ സമുദായത്തിന് കൂടുതൽ ഇനി ദേശനിർമ്മിതിക്ക്, നേഷൻ ബിൽഡിങ്ങിന് സംഭാവന ചെയ്യാൻ പറ്റും, എന്തോരം കൂടുതൽ ദേശനിർമ്മിതിയുടെ വിവിധ ഭാഗങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് പ്ലാനിങ് നടത്താൻ പറ്റും, ആ ഓരോ സമുദായത്തിൻ്റെ ശാക്തീകരണത്തിന് സഹായിക്കാൻ പറ്റും എന്നൊക്കെ ചിന്തിക്കാം. അതുപോലെ ക്രൈസ്തവർക്കും അങ്ങനെ ചിന്തിക്കാം. ഏതെല്ലാം വിധത്തിൽ അവരുടെ ഇന്നലകളിൽ നിന്ന് ഊർജ്ജമെടുത്തുകൊണ്ട് അവർക്ക് ഇനിയും തുടർന്ന് ദേശനിർമ്മിതി പങ്കുചേരാൻ പറ്റും എന്നും കൂടി അവർക്ക് ചിന്തിക്കാം. കാരണം ഈ ഒരു ജനവിഭാഗം ഒറ്റപ്പെട്ടല്ല നിൽക്കുക. നോ മാൻ ഈസ് ആൻ ഐലൻഡ് എന്ന് പറഞ്ഞതുപോലെ ഒരു വ്യക്തിയും ഒരു ജനസമൂഹവും ഒരു സമുദായവും അല്ല നിൽക്കുന്നത്. മറ്റ് പല സമുദായങ്ങളും ചേർന്നാൽ പോണേ. അങ്ങനൊരു പങ്കിട്ട സംസ്കാരത്തിലാണ്, ഷെയർഡ് കൾച്ചർ എന്ന് പറയും, പരസ്പരം പങ്കിടുന്ന കൾച്ചറിലാണ് ഇവിടെ രാഷ്ട്രീയ മുന്നേറ്റങ്ങളും സാമ്പത്തിക മുന്നേറ്റങ്ങളും സാംസ്കാരിക മുന്നേറ്റങ്ങളും ഈ നാട്ടിലുണ്ടായിട്ടുള്ളത്. അതിനകത്ത് ഓരോ സമുദായത്തിൻ്റെയും സംഭാവനകൾ പ്രത്യേകമായിട്ട് വിശകലനം ചെയ്യുമ്പോൾ കുറേയും കൂടി വ്യക്തമായിട്ട് അവരുടെ ഇന്നലകളെ മനസ്സിലാക്കാനും ആ ഇന്നലകളിൽ അവരുടെ തനിമയും സ്വത്വബോധവും രൂപപ്പെടുത്തിയെടുക്കാനും ആ സ്വത്വബോധം രൂപപ്പെടുത്തിയെടുത്ത് ഇനിയും അതേ രൂപത്തിലുള്ള കുതിപ്പുകൾ നടത്താനൊക്കെ ആയിട്ട് ഓരോ സമുദായത്തിനും തോന്നും. ക്രൈസ്തവർക്കും അങ്ങനൊരു കാഴ്ചപ്പാട് കിട്ടി അവിടെ ഇന്നലകളെ മനസ്സിലാക്കി പോകാനായിട്ട് ക്രൈസ്തവരുടെ സംഭാവനകൾ, ഇന്നലകളിൽ നൽകിയ സംഭാവനകൾ സാമൂഹിക മേഖലയിൽ, സാമ്പത്തിക മേഖലയിൽ, രാഷ്ട്രീയ മേഖലകളിൽ എല്ലാം ചെയ്ത സംഭാവനകൾ അവർ മനസ്സിലാക്കുന്നതും അത് എത്രമാത്രം ഈ നാട് ഇന്ന് കാണുന്ന വിധത്തിലായിത്തീരാൻ കാരണമാക്കിയെന്ന് മനസ്സിലാക്കുന്നതുമൊക്കെ രണ്ട് വിധത്തിൽ ഗുണപ്പെടും. ഒന്ന്, എല്ലാവരും കൂടി ചേർന്നാണ് ഇന്ന് കാണുന്ന ഇന്ത്യ സൃഷ്ടിച്ചെന്നൊരാശയം കിട്ടും. അതിനകത്ത് ഒരു ഡോമിനൻ്റ് എലമെൻ്റ് എന്നതിനേക്കാളേറെ ഓരോ എലമെൻ്റെയും ഓരോ ലെയറിൻ്റെയും പങ്കാളിത്തം, ഈ നാട്ടിലെ ഓരോ ജനസമൂഹത്തിൻ്റെയും പങ്കാളിത്തം കൊണ്ട് കൂടിയാണ് ഇന്ന് കാണുന്ന ഇന്ത്യയും ഈ നാടും ഈ നാടിൻ്റെ സ്പന്ദനങ്ങളെല്ലാം നിർമ്മിക്കപ്പെട്ടതെന്നുള്ളത് കണ്ടുപിടുത്തം. 2, ഓരോ സമുദായത്തിനും അവരുടേതായൊരു അഭിമാനബോധം കിട്ടും. ഞങ്ങളും കൂടിയാണ് ഇന്ന് ഇന്ത്യ നിർമ്മിച്ച്. 3, ഒരു സമുദായവും ഇൻസിഗ്നിഫിക്കൻ്റ് അല്ല, അത് തള്ളിക്കളയേണ്ടതാണ് എന്നൊരു കാഴ്ചപ്പാട് ഉണ്ടാകാതിരിക്കാനും സമുദായ അടിസ്ഥാനത്തിലുള്ള മനസ്സിലാക്കലും ആ ചരിത്രം ഇന്ന് പറഞ്ഞു കൊടുക്കലും ആവശ്യമാണ്. അപ്പോഴാണ് അറിയണത് ഇതൊരു മൊസൈക്ക് ഘടനയാണ് ഇന്ത്യ എന്ന് പറഞ്ഞതിനുള്ളതെന്ന്. അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് മെനയപ്പെട്ട ഇന്ത്യയും ഇന്ത്യയുടെ സംസ്കാരവും ഇന്ത്യയുടെ പൈതൃകവുമാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാനായിട്ട് സമുദായ അടിസ്ഥാനത്തിലുള്ള പഠനങ്ങൾ, ചരിത്ര പഠനങ്ങൾ വലിയ പങ്ക് വഹിക്കും എന്നുള്ളത് നിസ്തർക്കമാണ്.
ഇന്ത്യ അതിപുരാതനമായ രാജ്യമാണ്. വ്യാവസായികമായും സാംസ്കാരികമായും അന്ന് ഇന്ത്യ ഏറ്റവും മുൻപന്തിയിലായിരുന്നു. ഇത്രമാത്രം പീഠഭൂമികളും ഇത്രമാത്രം നദികളും ഇത്രമാത്രം വിശാലവുമായൊരു ഭൂവിഭാഗം ഒരിടത്തുമില്ലായിരുന്നു. വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ, അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈജിപ്തുകാരും ചൈനക്കാരും ഫ്രഞ്ചുകാരും ഒക്കെ ഇന്ത്യയിലേക്ക് വ്യാപാരത്തിനായി വന്നിരുന്നു. ഇന്ത്യയിലെ സ്വർണ്ണാഭരണങ്ങളും രക്തങ്ങളും സുഗന്ധദ്രവ്യങ്ങളും വാങ്ങിക്കാനായിട്ടാണ് അവർ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക കേന്ദ്രമെന്ന നിലയിൽ അറിയപ്പെട്ടിരുന്ന ഒരു പ്രദേശമായിരുന്നു ഇന്ത്യ. ഇത് നമുക്കുള്ള അഭിമാനത്തിന് വക നൽകുന്നതാണ്. പക്ഷേ ഇന്ത്യയിൽ സാമൂഹികമായ ഒരുപാട് ദുരാചാരങ്ങളും അനാചാരങ്ങളും ഇവിടെ നിലനിന്നിരുന്നു. അതിലൊന്നാണ് നമ്മുടെ സതി. ഭർത്താവിൻ്റെ ചതിയിലേക്ക് ജീവനുള്ള ഭാര്യയെ വലിച്ചെറിഞ്ഞുകൊള്ളുന്ന ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു. കാളിപ്രീതിക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ ഗംഗാനദിയിലേക്ക് വലിച്ചെറിഞ്ഞു കൊണ്ടുവന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇങ്ങനെ അന്ധവിശ്വാസങ്ങളാൽ പൂർണ്ണമായ ഒരു രാജ്യത്ത് അധിവസിക്കുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങളും പിന്നോക്കക്കാരും അധികൃതരുമായി തള്ളി അവരെ അടിമത്തത്തിലേക്ക് വിട്ട ഒരു ചരിത്രവും നമുക്കുണ്ട്. അത് മറ്റൊരു രാജ്യത്തും ഇല്ലാത്തൊരു സംഭവമാണ്. ഇവിടെ താമസിക്കുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും പിന്നോക്കക്കാർക്കും അധികൃതർക്കും ഒരു സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനോ ചിന്തിക്കാനോ സംസാരിക്കാനോ അവകാശമുണ്ടായിരുന്നില്ല. അവർക്ക് ഓടിട്ടൊരു വീട്ടിൽ താമസിക്കാൻ അവകാശമുണ്ടായിരുന്നില്ല. അവർക്ക് നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ അവകാശമുണ്ടായിരുന്നില്ല. സ്ത്രീകൾക്കാണെങ്കിൽ മാറുമറയ്ക്കാനുള്ള അവകാശമുണ്ടായിരുന്നില്ല. പൊതുവഴിയെ നടക്കാൻ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ആഭരണങ്ങൾ ധരിക്കാൻ അവകാശമുണ്ടായിരുന്നില്ല. ഈ വ്യവസ്ഥിതിക്കെല്ലാം മാറ്റം വരുത്താനായിട്ട് ശ്രമിച്ചത് ഇവിടെ വന്ന വിദേശ മിഷണറിമാരാണ് എന്നുള്ള കാര്യം നാം സമ്മതിക്കേണ്ടിയിരിക്കുന്നു. CSI, CMS സഭാ വിഭാഗങ്ങളിൽപ്പെട്ട മിഷണറിമാരാണ് കേരളത്തിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ആദ്യമായി പ്രേക്ഷിത പ്രവർത്തനത്തിനായി വന്നത്. അവർ എല്ലാവരെയും മാമോദിസ മുക്കായ ക്രിസ്ത്യാനികളാക്കുക എന്നുള്ളതായിരുന്നില്ല അവരുടെ ലക്ഷ്യം. എല്ലാവർക്കും സുവിശേഷം അറിയിക്കുക, എല്ലാവരെയും കാര്യങ്ങൾ പറഞ്ഞ് ഗ്രഹിപ്പിക്കുക, നല്ല സാഹചര്യം ഉണ്ടാക്കി ജീവിപ്പിക്കുക, അവന് മാനുഷികമായി ജീവിക്കാനുള്ള അവകാശം ഉണ്ടാക്കി കൊടുക്കണം. ഇതായിരുന്നു അവരുടെ ആദ്യകാലത്തെ ലക്ഷ്യങ്ങൾ. ചാന്നാർ സ്ത്രീകൾ മാറുമറച്ച് നടക്കാനായിട്ട് ഇവർ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ മേൽവസ്ത്രം ധരിക്കാതിരുന്നൊരു കാലഘട്ടത്തിൽ മേൽവസ്ത്രം ധരിച്ച് വഴിയെ നടക്കാൻ വരെയും അവർ തയ്യാറെടുത്തു. അതിനെ സവർണ വിഭാഗങ്ങളുടെ യുവജനങ്ങൾ എതിർക്കുകയും വളരെയധികം മർദ്ദനങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്തു. എങ്കിലും ധൈര്യപൂർവ്വം ക്രിസ്ത്യാനികളായി ചേർന്ന ചാന്നാർ സ്ത്രീകൾ ഈ അനീതിക്കെതിരായി പോരാടുകയും അവർ വിജയം വരിക്കുകയും ചെയ്തു. ഇവിടുത്തെ ഉയർന്ന ഗോത്രത്തിൽപ്പെട്ടവർ മഹാരാജാവിനെ സമീപിച്ച് ഇത് നിർത്തലാക്കണമെന്നും അവരെ പഴയതുപോലെ തന്നെ വസ്ത്രങ്ങൾ ധരിക്കണമെന്നും പഴയതുപോലെ തന്നെ സവർണരോട് ബഹുമാനം കാണിക്കണമെന്നും ആവശ്യപ്പെട്ടു. രാജാവ് അവസാനം അത് അംഗീകരിച്ചു. ആ രീതി ഉത്തരവ് ഇറക്കി. പക്ഷേ ആ ഉത്തരവിനെ ലംഘിച്ചുകൊണ്ട് നമ്മുടെ ചാന്നാർ സ്ത്രീകൾ വഴിയെ പോവുകയും അവർ സ്വതന്ത്രമായി നടക്കുകയും ചെയ്തു. അത് വലിയൊരു സാമൂഹിക വിപ്ലവത്തിൻ്റെ മാറ്റമായിരുന്നു അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 1905 ഈ ബ്രിട്ടീഷ് റെസിഡൻറ്റ് തിരുവനന്തപുരത്ത് വന്ന് താമസിക്കാൻ തുടങ്ങി. തിരുവിതാംകൂറിൻ്റെ റെസിഡൻ്റായിട്ട് വരാൻ തുടങ്ങിയോടുകൂടി അവരുടെ ഈ ഇവാഞ്ചലിക്കൽ മിഷണറീസും അവിടെ തിരുവനന്തപുരത്തെത്തി. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിൻ്റെ തെക്കൻ പ്രദേശങ്ങളിൽ കൊട്ടാർ അല്ലെങ്കിൽ കന്യാകുമാരി പ്രദേശങ്ങളിലെത്തിയുണ്ട്. അവരുടെ പ്രബോധനത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ഇക്വാളിറ്റി എന്നൊരു കൺസെപ്റ്റ് അവർ കൊണ്ടുവന്നത്, തുല്യത എന്നൊരു കൺസെപ്റ്റ്. അപ്പോൾ എല്ലാവരും അവർ വരുന്ന കാലഘട്ടം കൂടെ ഓർക്കണം. അവർ വരുന്ന കാലഘട്ടം പതുക്കെ പ്യൂരിറ്റനിസത്തിലേക്ക് യൂറോപ്പ്, പ്രത്യേകിച്ച് ഇംഗ്ലണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം ക്രിസ്ത്യൻ മൂല്യങ്ങൾ സൂക്ഷിക്കണമെങ്കിലും മൊറാലിറ്റി സൂക്ഷിക്കണമെങ്കിലും
അതനുസരിച്ച് ഡ്രസ് കോഡ് ആവശ്യമാണ്. അപ്പോൾ ശരീരം മറയ്ക്കണം, മറയ്ക്കണം സ്ത്രീകൾ എന്നുള്ളത്. അത് മിഷണറിമാരുടെ സംഭാവനയാണ്, മറയ്ക്കണം എന്നുള്ളത്. ഭാരത സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചുള്ള ചിന്തകൾ പങ്കുവയ്ക്കുമ്പോൾ നാം അതിൻ്റെ പൂർവ്വചരിത്രത്തിലേക്ക് കടന്നു ചെല്ലേണ്ടത് ആവശ്യമാണ്. യഥാർത്ഥത്തിൽ ഭാരതീയർക്ക് സ്വതന്ത്ര ചിന്തയെക്കുറിച്ച് ജ്ഞാനം നൽകുന്നത് ഇവിടെ എത്തിയ ക്രിസ്തീയ മിഷണറിമാരും ഇവിടെയുള്ള ക്രിസ്തീയ ആചാര്യന്മാരും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളുമാണ് എന്ന ചരിത്രം മാറ്റിവെച്ചുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമരത്തെ പലപ്പോഴും വിശകലനം ചെയ്യുന്നത്. ആ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ പല കോണുകളിൽ നിന്നും ആവശ്യങ്ങൾ ഉയർന്നിട്ടും അത് തന്നെ തുടരുന്ന കാഴ്ച വളരെ ദുരൂഹമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. യഥാർത്ഥത്തിൽ 1503 അൽബുക്കർക്കാണ് ഈ ദീപം കൊളുത്തിവെച്ചത്. സ്വാതന്ത്ര്യ ചിന്തയുടെ ആദ്യ ദീപം അവിടെ നിന്നാണ് കാണുന്നത്. 1503 സെപ്റ്റംബർ 2 ഇവിടെ നടക്കുന്ന സതി ആചരണത്തെ നിരോധിച്ചതായിരുന്നു ആദ്യത്തെ സംഭവം. അതിനുശേഷം യഥാർത്ഥത്തിൽ ആ സംഭവമാണ് സ്വാതന്ത്ര്യ ചിന്തയുടെ ആദ്യ പടി എന്ന് പറയുന്നത്. മനുഷ്യനല്ലാത്ത രീതിയിൽ കൊണ്ടു നടക്കുന്നൊരു സാമൂഹിക ചട്ടക്കൂടിനെ ഒരു പ്രതിരോധത്തിലാക്കുന്ന നടപടിയായിരുന്നു അത്. അതിനുശേഷം 1599 ജൂൺ 22 മുതൽ 26 വരെയുള്ള കാലഘട്ടത്തിൽ നടത്തപ്പെട്ട ഉദയംപേരൂർ സൂനകദോസ്, അതിൻ്റെ കാനോനകളിലൂടെ പോകുമ്പോൾ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യ ഇച്ഛ, അതിനുവേണ്ടിയുള്ള അവൻ്റെ ആഗ്രഹം അതിൽ പ്രതിഫലിക്കുന്നുണ്ട്. അങ്ങനെ സ്വാതന്ത്ര്യത്തിൻ്റെ കണികകൾ ഓരോന്നോരോന്നായി ഈ സമൂഹത്തിലേക്ക് വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. 1658 ഏപ്രിൽ 14 മറ്റൊരു സംഭവം നടക്കുന്നു. മനുഷ്യക്കുരുതിക്കെതിരെ ഒരു പാതിരി രംഗത്ത് വരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് മത്തേവൂസ് പാതിരി. മഹാവിജ്ഞാനിയായ സസ്യശാസ്ത്രജ്ഞനായ മത്തേവൂസ് പാതിരിയാണ് മനുഷ്യക്കുരുതിക്കെതിരെ ആദ്യമായി പടവാൾ ഉയർത്തുന്നത് എന്ന് കാണാം. അതും ചാത്യാത്വസ്റ്റായിരുന്നു. ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലൂടെയും മനുഷ്യനെ പഠിപ്പിച്ച തെറ്റുകൾക്കെതിരെ പ്രതികരിക്കാനുള്ള ശേഷി നൽകി വന്നതിൻ്റെ പരിണതഫലമാണ് സ്വാതന്ത്ര്യ സമരം. നമ്മുടെ കൊളോണിയൽ ഭരണം ഇവിടെ കൊണ്ടുവന്നത് യൂറോപ്പിൽ ഉപയോഗിച്ച് പരിശീലിച്ച അവർക്ക് വൈഭവം കിട്ടിയ പല ആയുധങ്ങളും അവർ കൂടെ കൊണ്ടുവരികയുണ്ടായി. അപ്പോൾ കൊളോണിയൽ മേൽക്കോയ്മ എന്ന് പറയുന്നത് അവിടെ ഉപയോഗിച്ച് ഫലപ്രദം തോന്നിയ ആയുധങ്ങളുടെ ഉപയോഗം കൊണ്ട് കിട്ടിയ ഒരു മേധാവിത്വം കൂടിയാണ് അതിൻ്റെ അവിർഭാജ്യ ഘടകം. സ്വാഭാവികമായിട്ടും ഇവിടെ പോർട്ടുഗീസുകാർ വന്നപ്പോൾ അവർ കച്ചവടം മാത്രമല്ല നടത്തിയ രാഷ്ട്രീയ അധികാരം കൂടി അവർ സ്ഥാപിക്കുകയുണ്ടായി. ഈ രാഷ്ട്രീയ അധികാരം അതിർത്തികളിലുള്ള ഭൂപ്രദേശങ്ങൾ കൈയടക്കി കീഴിലാക്കി നിർത്തി എന്നുള്ളത് മാത്രമല്ല, കച്ചവടവും അവർ അതിരൂപത്തിൽ കയ്യിലൊതുക്കി മറ്റാർക്കും കച്ചവടം ചെയ്യാനാവാത്ത വിധത്തിൽ അവരുടെ മേധാവിത്വം അവർ സ്ഥാപിക്കുകയുണ്ടായി. അപ്പം രാഷ്ട്രീയ മേഖലയിലും കച്ചവട മേഖലയിലും അവർ മേധാവിത്വം സ്ഥാപിച്ചു. അതുപോലെ ചെയ്ത ഒന്നാണ് മതമേഖലയിൽ അവർ സ്ഥാപിച്ച ഒരു മേധാവിത്വം. ആ മേധാവിത്വത്തിൻ്റെ പ്രധാനപ്പെട്ട ഒന്ന് ഇവിടുത്തെ പരമ്പരാഗതമായിട്ടുണ്ടായിരുന്ന നസ്രാണി ക്രൈസ്തവരുടെ ആചാര അനുഷ്ഠാനങ്ങളെല്ലാം അവർ മാറ്റിയിട്ട് പോർട്ടുഗീസ് ആചാരാനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ ലത്തീൻ ആചാരാനുഷ്ഠാനങ്ങൾ എന്ന വിധത്തിൽ അതിനെ മാറ്റാൻ ശ്രമിച്ചപ്പോൾ നസ്രാണി ക്രൈസ്തവരുടെ ഇടയിലുണ്ടായ ശക്തമായ ഒരു എതിർപ്പ് അതൊരു ആൻറ്റി കൊളോണിയൽ സ്ട്രഗിളായിട്ട് രൂപപ്പെട്ടു വരികയുണ്ടായി. അത് ഉദയംപേരൂർ സൂനകദോസിൽ നല്ല ഉദ്ദേശത്തോടെ തുടങ്ങിയതെങ്കിൽ പോലും അത് ഇടപെട്ട രീതിയും നടപ്പിലാക്കിയ വിധവും അവിടെ അതുവരെ ഉണ്ടായിരുന്ന സാംസ്കാരിക പൈതൃകവും അവരുടെ ആരാധന പാരമ്പര്യവും അവരുടെ ജീവിത രീതികളെല്ലാം തച്ചുടച്ചിട്ട് പുതിയൊരു രീതിയിൽ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ മോഡലാണ് ശരി, യൂറോപ്യൻ രീതികളാണ് ശരി എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിച്ചപ്പോൾ അതൊരു കൾച്ചറൽ കൊളോണിയലിസമായിട്ട് മാറുകയുണ്ടായി. ഈ രീതിക്കെതിരായിട്ട് നടത്തിയ ഒരു നിരന്തരമായ സമരം അവസാനം അതൊരു ബഹിസ്ഫുരണമായിട്ട് സംഭവിച്ചത് 1653 കൂനംകുരി സത്യത്തിലാണ്. അപ്പോൾ ഇനി മുതൽ ഞങ്ങൾ സമ്പാളൂർ പാതിരിമാർക്കോ അല്ലെങ്കിൽ പോർട്ടുഗീസുകാർക്കോ കീഴ്വഴങ്ങുകയില്ല എന്ന് പറഞ്ഞൊക്കെയാണ് ആ സമരം കുരിശുമേൽ ആലാത്ത് കെട്ടിയിട്ട് പ്രതിജ്ഞ എടുത്തപ്പോൾ സംഭവിച്ചത്.
അതൊരു കൊളോണിയൽ മേധാവിത്വത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ സാംസ്കാരിക കൊളോണിയലിസ്റ്റിനെതിരായിട്ടോ നടന്ന ഒരു എതിർപ്പിൻ്റെ ഒക്കെ ഭാഗമായിട്ട് സംഭവിച്ചാണ്. പക്ഷേ അത് അവിടെ മാത്രമല്ല നടക്കുന്നത്. ഈ സീറോ മലബാർ അല്ലെങ്കിൽ സുറിയാനി ക്രൈസ്തവരുടെ മെത്രാന്മാരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ 2000 ചാവേർ പടകൾ അവർ ഒരുക്കിയിട്ട് ഈ അറസ്റ്റിനെ പ്രതിരോധിക്കാൻ വേണ്ടി നസ്രാണി ക്രൈസ്തവർ ശ്രമിക്കുകയുണ്ടായി. കാരണം 25,000 പടയാളികളെന്ന് നസ്രാണി ക്രൈസ്തവരുടെ ഇടയിലുണ്ട്, മാർത്തോമ ക്രൈസ്തവരുടെ ഇടയിൽ. 2000 പേര് ഈ മാർ ജോസഫിനെ രക്ഷിക്കാൻ വേണ്ടി ചാവേർപ്പടിയായിട്ട് അവർ ഒരുമിച്ച് നിന്ന് ചേർത്ത് നിൽക്കാൻ നോക്കുകയുണ്ടായി. പക്ഷേ അതിനൊക്കെ അതിജീവിക്കുന്ന ശക്തിയും അധികാരവും അധികാരത്തിൻ്റെ അടയാളങ്ങളും അതിൻ്റെ ശേഷികളെല്ലാം അവർ പ്രയോഗിച്ചപ്പോൾ നിഷ്പ്രഭമായിട്ട് സമൂഹം മാറുകയാണ്. അപ്പോൾ 1599 ഉദയംപേര് സൂനോസ് നടപ്പിലാക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് നന്മയുണ്ട്, നന്മയുടെ പല മാനങ്ങളും ഉദയംപേര് സൂനോസിനുണ്ടെങ്കിലും അത് നടപ്പിലാക്കിയപ്പോൾ സംഭവിച്ച ഈ ഒരു സാംസ്കാരിക കൾച്ചറൽ മുട്ടേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതൊക്കെയാണ് ഇതിനെ ഏറ്റവും വിഷമകരമാക്കി മാറ്റി. അപ്പോൾ ഈ കുരുമുളക് ഉൽപ്പാദകരായ ക്രൈസ്തവർ കുരുമുളക് അത് തമിഴ്നാട്ടിലേക്ക് മലമ്പാതയിലൂടെ കൊണ്ടുപോയി അവിടെ നിന്ന് നാഗപട്ടണം, പുലിക്കാട്ട്, ദേവാനം പട്ടണം, മസൂലി പട്ടണം തുടങ്ങിയ തമിഴ്നാട്ടിലുള്ള തുറമുഖത്തേക്ക് എത്തിക്കുകയും കാരണമുണ്ടായി. അപ്പോൾ ഈ എതിർപ്പ് ഒരു കൾച്ചറൽ റിസൻമെൻ്റാണ് എന്ന് മാത്രം ധരിക്കേണ്ടതില്ല, അതൊരു ഇക്കണോമിക് റെബല്യനായിട്ട് മാറുകയാണ്. ആ ഇക്കണോമിക് റെബല്യൻ 1600 തൊട്ട് 1910 വരെ കൊച്ചിയിലേക്ക് കുരുമുളക് പോകാത്ത വിധത്തിൽ തിരിച്ചുവിടാനായിട്ട് ഈ കുരുമുളക് ഉൽപ്പാദകരായ മാർത്തോമ ക്രിസ്ത്യാനികൾ ശ്രമിക്കുന്ന രേഖകളിൽ കാണാം. 1653 അത് ഒരു ചർച്ച് ഡിവിഷനായിട്ട് മാറുകയാണ്. എന്ന് പറഞ്ഞാൽ കത്തോലിക്ക വിശ്വാസം പാലിക്കുന്ന പോർട്ടുഗീസുകാരിൽ നിന്ന് വേറിട്ട് പോകുന്നൊരു അവസ്ഥയിലേക്ക് ഈ എതിർപ്പ് മാറുകയും അത് പുത്തൻകൂർ എന്ന വിഭാഗം രൂപപ്പെടാൻ കാരണമാവുകയുണ്ടായി. ഇത് ഈ ആൻറ്റി കൊളോണിയൽ സ്ട്രഗിളിൻ്റെ ഒരു ഭാഗമാണ്. കാരണം അതിൻ്റെ ഭവിഷ്യത്തുകൾ അഭിമുഖീകരിക്കത്തക്ക വിധത്തിലാണ് ഇവർ വേറിട്ട് പോകുന്നത്. അതിന് പിന്നീട് യാക്കോബായ വിഭാഗം എന്നായിട്ട് പിന്നീട് മാറി നമുക്ക് കാണാം. മാർ ഗ്രിഗോരിയസ് മെത്രാൻ വന്നതിന് ശേഷം അത് തത്തുല്യമായൊരു സംഭവം ഗോവയിലുണ്ടാകുന്നുണ്ട് 1787. 1787 പിൻഡോ റെബല്യൻ എന്നറിയപ്പെടുക. അതിന് പ്രധാന കാരണം അവിടുത്തെ പ്രധാനപ്പെട്ട പൊസിഷൻസ് എല്ലാം തദ്ദേശീയർക്ക് കൊടുക്കാണ്ട് വിദേശീയർക്കാണ് കിട്ടുന്നത്. അപ്പോൾ പിൻഡോ എന്ന് പറയുന്നത് അവിടുത്തെ മിലിറ്ററി കമാൻഡറാണ്, അവിടെ ജനറലായിരുന്നു. അപ്പോൾ ഈ പിൻഡോ എന്ന് പറയുന്ന കുടുംബത്തിലെ മിലിറ്ററി ലീഡറിൻ്റെ നേതൃത്വത്തിൽ അവിടുത്തെ വൈദികർ ഏകദേശം 47 വൈദികരുണ്ട്. 47 വൈദികർ ചേർന്നിട്ട് പോർട്ടുഗീസുകാരെ തുരത്താൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ്. അത് കയത്താനോ വിത്തോറിയനോ ഫരിയ എന്ന് പറഞ്ഞുകൊണ്ട് ആബെ ഫരിയ എന്ന് പറഞ്ഞ് ഹിപ്നോട്ടിസത്തിൻ്റെ ഫൗണ്ടറിൻ്റെ ഫാദറാണ് ഫാദർ കയത്താനോ വിത്തോറിയനോ ഫരിയ എന്ന് പറയുക. അപ്പം ഈ ആബെ ഫരിയ അതിനകത്ത് പങ്കുചേരുന്നുണ്ട്. ആബെ ഫരിയയും ഇവരെല്ലാം കൂടി ചേർന്ന് 47 അച്ഛന്മാരാണ് 1787 ഈ പിൻഡോ റെബല്യന് ഒരുമിച്ച് ചേർന്ന് പോർട്ടുഗീസുകാരെ തുരത്താൻ വേണ്ടി ശ്രമിക്കണേ. ഓഗസ്റ്റാണ് ശ്രമിക്കണേ. പക്ഷേ അതിന് 3 ദിവസം മുമ്പ് ഈ ന്യൂസ് ലീക്കായി അവരെ അറസ്റ്റ് ചെയ്തു. 15 അച്ഛന്മാരെ അറസ്റ്റ് ചെയ്ത് തിമോറിലേക്ക് നാട് കടത്തി 14 സാധാരണക്കാരായ ആർമി ഓഫീസേഴ്സിനെ കൊല്ലുകയും ചെയ്തു. ഈ 2 റെബല്യൻ 2 മാനത്തിലാണ് നടക്കുന്നത്. ഒന്ന് ഒരു കൾച്ചറൽ ആൻഡ് റിലീജിയസ് റിവോൾട്ടാണ് 1653 ഉണ്ടായതെങ്കിൽ 1787 ഉണ്ടായത് പോർട്ടുഗീസുകാരെ തുരുത്താൻ വേണ്ടി തന്നെ ഗോവയിലെ ആർമിയുടെ സഹായത്തോടു കൂടി അവിടുത്തെ പ്രമുഖരായ വൈദികർ നടത്തിയ ശ്രമമാണ്. അപ്പോൾ ഇതെല്ലാം ഒരു ആൻറ്റി കൊളോണിയൽ സ്ട്രഗിളിൻ്റെ ആദ്യ ഘട്ടങ്ങളെന്ന് വേണ്ടി പറയാം. ഇവിടെ കേരളത്തിൽ നിരന്തരമായി ആൻറ്റി കൊളോണിയൽ സ്ട്രഗിൾ പലവട്ടം നടക്കുകയുണ്ടായി, പല തലത്തിൽ നടക്കുകയുണ്ടായി. ഇവിടെ കോഴിക്കോട് സാമൂതിരിയുടെ നേതൃത്വത്തിൽ നടന്നൊരു എതിർപ്പുണ്ട്. പോർട്ടുഗീസുകാരെ ചേർത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അവരെ തുരുത്താൻ വേണ്ടി ശ്രമം സാമൂതിരി നേതൃത്വം നടക്കുകയുണ്ടായി. പിന്നീട് താനൂർ രാജാവ്, വെട്ടത്ത് രാജാവായ താനൂരിൽ ഭരിച്ചിരുന്ന രാജാവിന് നേതൃത്വം നടക്കുന്നുണ്ട്. അതോടൊപ്പം കുഞ്ഞാലിമരയ്ക്കാൻ നേതൃത്വം നടക്കുന്നുണ്ട്. അങ്ങനെ പല അടുക്കുകൾ ഈ ആൻറ്റി കൊളോണിയൽ സ്ട്രഗിളിനകത്ത് കാണാം. പക്ഷേ ഈ നസ്രാണികൾ ചെയ്ത ഈ ചെറുത്തുനിൽപ്പിൻ്റെയും എതിർപ്പിൻ്റെയും ചരിത്രം ഈ സ്വാതന്ത്ര്യ സമര പ്രക്രിയയുടെ ഭാഗമായിട്ട് ആദ്യം മനസ്സിലാക്കപ്പെടുകയോ പഠിക്കപ്പെടുകയോ ചെയ്തതുകൊണ്ട് ഞാനത് സൂചിപ്പിച്ചതാണ്. മിഷണറിമാർ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചിന്ത കടത്തിവിടുന്നു. ഘട്ടം ഘട്ടമായിട്ടാണ് ആ ചിന്ത കടന്നു വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ആദ്യം സതി നിർത്തുന്നു, സാംസ്കാരികമായ വിപ്ലവമാണ് അവിടെ നടക്കുന്നത്, ഒരു നവോത്ഥാന പ്രക്രിയ. അതിനുശേഷം സൂനകദോസിൽ
200-ലധികം നിയമങ്ങളിലൂടെ ഇവിടെയുള്ള ഓരോ അനാചാരങ്ങളെയും എടുത്തു കാണിച്ചുകൊണ്ട് അതിനെ നിരോധിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ക്രിസ്ത്യാനികളിൽ അത് പാടില്ല എന്നാണ് വെച്ചത്. പക്ഷേ അതെല്ലാവർക്കും ബാധകമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം മനുഷ്യക്കുരുതിക്കെതിരെ മറ്റൊരു പാതിരി രംഗത്ത് വരുന്നു. അത് മത്തേവൂസ് പാതിരിയാണ്. അവിടെയും സ്വാതന്ത്ര്യത്തിൻ്റെ ലാഞ്ചന അവിടെ വരുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, അതിനെ ഹനിക്കുന്നതിനെതിരെ ഓരോരുത്തരായിട്ട് പ്രതികരിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് വന്നപ്പോൾ ഇവിടുത്തെ മിഷണറിമാരും ക്രിസ്ത്യാനികളും ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണം, ഇത് ഇന്ത്യയാണ്, ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെ അവർ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിയതിൻ്റെ പശ്ചാത്തലം വളരെ വ്യക്തമാണ്. ബെയ്ലിയൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ. 1905 ഈ ബ്രിട്ടീഷ് റെസിഡൻറ്റ് തിരുവനന്തപുരത്ത് വന്ന് താമസിക്കാൻ തുടങ്ങി. തിരുവിതാംകൂറിൻ്റെ റെസിഡൻ്റായിട്ട് വരാൻ തുടങ്ങിയോടുകൂടി അവരുടെ ഈ ഇവാഞ്ചലിക്കൽ മിഷണറീസും അവിടെ തിരുവനന്തപുരത്തെത്തി. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിൻ്റെ തെക്കൻ പ്രദേശങ്ങളിൽ കൊട്ടാർ അല്ലെങ്കിൽ കന്യാകുമാരി പ്രദേശങ്ങളിലെല്ലാം എത്തിയുണ്ട്. അവരുടെ പ്രബോധനത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ഇക്വാളിറ്റി എന്നൊരു കൺസെപ്റ്റ് അവർ കൊണ്ടുവന്നത്, തുല്യത എന്നുള്ള കൺസെപ്റ്റ്. അപ്പോൾ എല്ലാവരും അവർ വരുന്ന കാലഘട്ടം കൂടെ ഓർക്കണം. അവർ വരുന്ന കാലഘട്ടം പതുക്കെ പ്യൂരിറ്റനിസത്തിലേക്ക് യൂറോപ്പ്, പ്രത്യേകിച്ച് ഇംഗ്ലണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം ക്രിസ്ത്യൻ മൂല്യങ്ങൾ സൂക്ഷിക്കണമെങ്കിലും മൊറാലിറ്റി സൂക്ഷിക്കണമെങ്കിലും അതനുസരിച്ച് ഡ്രസ് കോഡ് ആവശ്യമാണ്. അപ്പോൾ ശരീരം മറയ്ക്കണം സ്ത്രീകൾ എന്നുള്ളത്. അത് മിഷണറിമാരുടെ സംഭാവനയാണ്, മറയ്ക്കണം എന്നുള്ളത്. അടിമത്തം ഇന്ത്യയിൽ എല്ലായിടത്തും, ലോകത്തിൽ എല്ലായിടത്തും അടിമത്തം. നമുക്ക് ആഫ്രിക്കയിൽ നിന്ന് അടിമകളിവിടെ കൊണ്ടുവരുന്നുണ്ട്, പോർട്ടുഗീസുകാർ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. ഒമാനി മുസ്ലിംസ് ഇവിടെ അടിമകൾ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. എത്യോപ്യയിൽ നിന്ന് അടിമകൾ പിടിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ആ അടിമ ഘടനയിൽപ്പെട്ട ധാരാളം രേഖകൾ, അടിമഘടനയിലുള്ള ഒരു സൊസൈറ്റി ആയിരുന്നു ആ കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. 19ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെ ഉണ്ടായിരുന്നതിന് ധാരാളം രേഖകൾ പലയിടത്തും കിട്ടിയിട്ടുണ്ട്. അത് പോർട്ടുഗീസ് രേഖകളുണ്ട്, ഡച്ച് രേഖകളുണ്ട്, പിന്നീട് രേഖകളെല്ലാം തന്നെയുണ്ട്. അപ്പോൾ ഈ പല കുടുംബങ്ങളിലും ഒരുവിധം കാശുള്ള അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിലെല്ലാം ഉൽപ്പാദന പ്രക്രിയയിൽ അടിമകളെ പങ്കുചേർത്തിരുന്നു, കൃഷി ചെയ്യാനായിട്ടും മറ്റ് പലതിനകത്തെല്ലാം. അത് നമ്മുടെ ഉദയംപേരൂസിൻ്റെ കാനോനുകളിലും അടിമകളെ സൂക്ഷിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞ നസ്രാണി കുടുംബങ്ങളിലും ഉണ്ടായിരുന്നു, എല്ലായിടത്തും തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തെറ്റ് എന്ന് പലയിടത്തും അങ്ങനെ കടന്നു വന്നിരുന്നില്ല. കാര്യം ഉദയംപേരൂസ് അടിമകളെ കൊണ്ട് ഉപയോഗപ്പെടുത്തുന്നതിനെക്കുറിച്ച് വിലക്ക് ഏർപ്പെടുത്തിയെങ്കിലും അത് പലയിടത്തും തുടർന്നിരുന്നു. 1855 അടിമത്തം തിരുവിതാംകൂർ രാജാവ് നിരോധിക്കുകയാണ്. അത് എവാഞ്ചലിക്കൽ മിഷണറിമാരുടെ സ്വാധീന ഫലമായിട്ടാണ്, പ്രത്യേകിച്ച് LMS മിഷണറിമാരുടെ സ്വാധീനം കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അടിമത്തം നിരോധിച്ചു. അപ്പോൾ ഇനി അടിമകൾ വാങ്ങാനും വിൽക്കാനും പാടില്ല എന്ന് വന്നു. അടിമകൾ വാങ്ങാനും വിൽക്കാനും പാടില്ല എന്ന് വന്നു കഴിഞ്ഞാൽ പറ്റിയ വലിയ പ്രശ്നം എന്ന് പറയുന്നത്, അതുവരെ അടിമകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്തിരുന്നവർക്ക് അവർക്ക് കിടപ്പാടം കൊടുത്തിരുന്നു, ഭക്ഷണം കൊടുത്തിരുന്നു, സൗകര്യങ്ങളെല്ലാം കൊടുത്തിരുന്നു. അവർക്ക് അടിമകളെ പോലെ കണക്കാക്കി അടിമകളുടെ ജോലി ചെയ്യിച്ചിരുന്നുള്ളതാണ്. ഇപ്പോൾ കിടക്കാൻ പോലും സ്ഥലമില്ലാണ്ടായി, അവർക്ക് ഭക്ഷണം പോലും കഴിക്കാനില്ലാണ്ടായി. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പലരും അവരുടെ പറമ്പുകളിൽ ഇച്ചിരി സ്ഥലം കൊടുത്ത് 5 സെൻറ്റൊക്കെ കൊടുത്തിട്ട് അവർ താമസിപ്പിക്കുകയുണ്ടായി. നസ്രാണി ക്രൈസ്തവർ ഒത്തിരി പേര് അവിടെ പറമ്പോട് ചേർന്ന് 5 സെൻറ്റ് സ്ഥലമൊക്കെ അവർ കൊടുത്ത് അവരവിടെ താമസിപ്പിച്ചിട്ടുണ്ട്. ഈ സ്വതന്ത്രരാക്കപ്പെട്ട അടിമകൾ 1855 സ്വതന്ത്രരാക്കപ്പെട്ട ഈ അടിമകളെ ഉപയോഗിച്ചുകൊണ്ട് വൻതോതിൽ എടനാട് എന്ന് പറയുന്ന സ്ഥലത്ത് കൃഷി വ്യാപിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയുണ്ടായി. അപ്പോൾ ഒരു ഡൊമസ്റ്റിക് ലേബർ കൊണ്ട്, ഗാർഹിക ആൾശേഷി കൊണ്ട് വെട്ടിത്തെളിച്ചെടുക്കാൻ പറ്റുന്ന പ്രദേശങ്ങളായിരുന്നില്ല ഇടനാട്ടിലെ വനങ്ങളെല്ലാം. ഈ ചെറിയ മൊട്ടക്കുന്നുകളാണെങ്കിൽ മരങ്ങളും ഇതെല്ലാം വെട്ടിത്തെളിക്കാൻ പറ്റുമായിരുന്നില്ല. അപ്പോൾ വൻതോതിൽ ആൾശേഷി കിട്ടിയപ്പോൾ, ലേബർ ഫോഴ്സ് കിട്ടിയപ്പോൾ, ലിബറേറ്റഡ് സ്ലേവ്സ് വന്നു കഴിഞ്ഞപ്പോൾ അവരെ ഉപയോഗിച്ചുകൊണ്ട് ഇടനാട് പ്രദേശങ്ങൾ മൊട്ടക്കുന്നുകളെല്ലാം വെട്ടിത്തെളിച്ച് കൃഷിയോഗ്യമാക്കുകയുണ്ടായി. അങ്ങനെ കൃഷിയോഗ്യമാക്കി കഴിഞ്ഞപ്പോൾ ഒത്തിരി വിഭാഗങ്ങൾ കടന്നു വന്നു. അതിൽ ഏറ്റവും കൂടുതൽ കടന്നു ചെന്ന് കൃഷി ചെയ്ത ഒരു വിഭാഗം നസ്രാണി ക്രൈസ്തവരാണ്. അതിങ്ങനെ ആർപ്പക്കരയോ അല്ലെങ്കിൽ പ്ലാശനാവിലോ ഒത്തിരി സ്ഥലങ്ങൾ 1850 ശേഷം വെട്ടിത്തെളിച്ച് കാർഷികയോഗ്യമാക്കി നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ കായൽ തീരത്ത് അത് റിക്ലെയിം ചെയ്ത് നെൽകൃഷി യോഗ്യ വിധത്തിൽ മാറ്റുന്നത് 1850 ശേഷം കാണാം. അപ്പോൾ അങ്ങനെ കാട് വെട്ടിത്തെളിച്ച് കൃഷിയോഗ്യമാക്കിയത് ഏറെയും തിരുവിതാംകൂർ രാജാവിൻ്റെ സ്റ്റേറ്റിൻ്റെ കീഴിലുണ്ടായിരുന്ന പണ്ടാരവക ഭൂമിയാണ്.
1742 തൊട്ട് 52 വരെയുള്ള കാലഘട്ടങ്ങളിൽ മാർത്താണ്ഡവർമ്മ ആക്രമിച്ച് കൈയടക്കി അത് തിരുവിതാംകൂർ സ്റ്റേറ്റിലേക്ക് കണ്ടുകെട്ടിയ സ്ഥലമാണ് പണ്ടാരവക ഭൂമി, സ്റ്റേറ്റിൻ്റെ ഭൂമി. ഈ പണ്ടാരവക ഭൂമിയാണ് ഇങ്ങനെ കാട് വെട്ടിത്തെളിച്ച് കൃഷി യോഗ്യമാക്കിയെടുത്ത് 1865 പാട്ടം പ്രൊക്ലമേഷനിൽ, പാട്ടം പ്രഖ്യാപനത്തിൽ ഇങ്ങനെ കാട് വെട്ടിത്തെളിച്ചു അല്ലെങ്കിൽ കായൽ കുത്തി കൃഷിക്ക് ഇറങ്ങുന്നവർക്ക്, കൃഷിയോഗ്യമാക്കുന്നവർക്ക് ആ ഭൂമിയിന്മേൽ ഉടമസ്ഥാവകാശം ഉണ്ടാകുമെന്ന് പ്രഖ്യാപനം വന്നു. ആയില്യം തിരുനാൾ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ കാട് വെട്ടിത്തെളിച്ച് കൃഷിയോഗ്യമാക്കി വരും. കായൽ കുത്തി കൃഷിയോഗ്യമാക്കിയവർക്കും അതിന് ഉടമസ്ഥാവകാശം കിട്ടുകയാണ്. അപ്പോൾ അങ്ങനെ ഒത്തിരി ഗ്രാമങ്ങൾ, കാർഷിക ഗ്രാമങ്ങൾ കേരളത്തിൽ രൂപപ്പെട്ടു വന്നാണ് ഈ കാലഘട്ടത്തിൽ നടന്ന വലിയൊരു സാമ്പത്തിക കുതിപ്പിന് കാരണമായത്. അപ്പോൾ അത് ഏറെ വലിയ പങ്ക് വഹിച്ച ഒരു വിഭാഗം ക്രൈസ്തവരാണ്, നസ്രാണി ക്രൈസ്തവരാണ്. കരുവാറ്റ, മിത്രഗിരി തുടങ്ങിയ ഒത്തിരി സ്ഥലങ്ങൾ, കായൽ പ്രദേശങ്ങൾ അങ്ങനെ കുത്തിയെടുത്ത് പള്ളിത്താനത്ത് ലൂക്ക മത്തായിയുടെ നേതൃത്വത്തിലോ ഔസേപ്പ് മത്തായിയുടെ നേതൃത്വമൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്യുന്നതായിട്ട് നമുക്ക് രേഖകളെ കാണാം കായൽ പ്രദേശത്ത്. അതേ രൂപത്തിൽ തന്നെ ഇടനാടൻ പ്രദേശങ്ങളിലും നമ്മളിങ്ങനെ ധാരാളം കൊച്ചു കൊച്ചു മലമ്പ്രദേശങ്ങളും മൊട്ടക്കുന്നുകളും വെട്ടി നികത്തി കൃഷി, പ്രത്യേകിച്ച് കുരുമുളക് കൃഷി അല്ലെങ്കിൽ സുഗന്ധദ്രവ്യങ്ങൾ അല്ലെങ്കിൽ തിരുവപ്പുല്ല് ഈ കൃഷി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ആ സമയത്ത് തന്നെയാണ് ഈ കപ്പ കൃഷി വ്യാപകമാക്കാൻ വേണ്ടി ആയില്യം തിരുനാൾ കൽപ്പന ഇടുന്നത്. കപ്പയും അതോടൊപ്പം തന്നെ വ്യാപിക്കുകയാണ് തിരുവിതാംകൂറിൽ. ഇത്തരം കാഴ്ചകൾ കേരളത്തിൻ്റെ ഒരു സാമ്പത്തിക അടിത്തറയ്ക്ക് 1960കളിലുണ്ടായ വലിയ പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ കപ്പ കൃഷി വളരെ പങ്കുവഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തിരുവിതാംകൂർ രാജാവിൻ്റെ, പ്രത്യേകിച്ച് ആയില്യം തിരുനാളിൻ്റെ കാലത്തുണ്ടായ വലിയ സാമ്പത്തിക പുരോഗതിക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട പല റോഡുകളും ആ സമയത്ത് തുടങ്ങുന്നത്. ഇപ്പോൾ കാണുന്ന നമ്മുടെ MC റോഡ്, തിരുവനന്തപുരം തൊട്ട് അങ്കമാലി വരെ റോഡ്, അല്ലെങ്കിൽ KK റോഡ്, കോട്ടയം തൊട്ട് കുമളി വരെയുള്ള റോഡ്, അല്ലെങ്കിൽ ആലോ തൊട്ട് മൂന്നാർ വരെയുള്ള റോഡ്, ഈ റോഡെല്ലാം ഈ കാലഘട്ടത്തിലാണ് നിർമ്മിക്കപ്പെടുന്നത്. അപ്പോൾ ഈ റോഡുകളിൽ നിർമ്മിക്കപ്പെടത്തക്ക വിധത്തിലുള്ള ധനമൊഴുക്കും ഈ കാലഘട്ടം നടന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ കാർഷിക ഗ്രാമങ്ങളുടെ വ്യാപനവും അതോടൊപ്പം തന്നെയുള്ള പുതിയ കുടിയേറ്റങ്ങൾ, പ്രത്യേകിച്ച് ഇടനാട് പ്രദേശങ്ങളിൽ പുതിയ തരത്തിലുള്ള സ്വത്തുകളുടെ ഒഴുക്കും, ആ സ്വത്ത് ഒഴുക്ക് എങ്ങനെ സ്റ്റേറ്റിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്കും ഒപ്പം മറ്റ് അനുബന്ധ പുരോഗതിക്കും കാരണമായി സൂചിപ്പിക്കുന്ന വിവരങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്.